ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവൻ അറസ്റ്റിലായിരിക്കുന്ന മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഹരിമോഹനിലേക്ക് പോവുകയാണ്. ഹരി, ഇനിയും അറിയേണ്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് നടത്തിയതിന്റെ പങ്ക് തന്ത്രി പങ്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടല്ലോ, വലിയ ഗൂഢാലോചന, കോടതി പറഞ്ഞതുപോലെ വിശാലമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടല്ലോ. അതിൽ തന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അങ്ങനെ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി ഏതൊക്കെ ഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഏതിനൊക്കെ കണ്ണടച്ചിട്ടുണ്ട്, എന്തിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്, അത്തരം വിശദാംശങ്ങൾ കൂടി തെളിവുകളായി SIT ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ അല്ലെ കോടതി? തീർച്ചയായിട്ടും റോഷ്നി, അത്തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് അറസ്റ്റിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്നത്. തന്ത്രിയെപ്പോലെ ഒരാളെ ഇത്ര കരുതലോടുകൂടി ഇത്ര നാൾ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകളെല്ലാം തന്നെ SITയുടെ കൈകളിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് 2007 മുതൽക്കുള്ള ബന്ധം, കൃത്യമായി പറഞ്ഞാൽ 19 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ളത്. ബംഗളൂരുവിലെ ശ്രീറാംപുര ക്ഷേത്രത്തിൽ വെച്ച് തുടങ്ങിയ ഇവരുടെ പരിചയമാണ് പിന്നീട് കൂടുതൽ ബന്ധങ്ങളിലേക്ക് വളർന്നത്. അങ്ങനെയാണ് ഒരു സഹായി എന്നുള്ള നിലയിൽ ശബരിമലയിലേക്ക് തന്ത്രി പോറ്റിയെ കൊണ്ടുവരാനുള്ള കാരണം. അതായത് ആ ബന്ധത്തിൽ നിന്ന് ശബരിമലയിലേക്ക് വഴി തുറക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുന്നിൽ. അങ്ങനെ തന്ത്രി ശബരിമലയിലേക്ക് കൊണ്ടുവരികയും പോറ്റിയെ അവിടെ യഥാർത്ഥത്തിൽ വളർത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം തൻ്റെ ഒരു സഹായി എന്നുള്ള നിലയിൽ നിന്ന് അവിടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന സ്വാധീന ശക്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റിയെടുക്കുന്നതിൽ തന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ട്. അവിടെ ഒരു സ്പോൺസർ എന്നുള്ള നിലയിലേക്ക് പോറ്റിയെ അവരോധിക്കാൻ തന്ത്രിക്ക് കൃത്യമായി കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള സ്വാധീനം ചെലുത്താൻ തന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ SITക്ക് ഉണ്ടായിരുന്ന ഒരു സംശയം, ഈ സ്പോൺസർ ആകുന്ന ഘട്ടത്തിൽ ഈ പണം സ്വാഭാവികമായിട്ടും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിവരും. ശബരിമലയിലെ പല ഇടപാടുകൾക്കും പണം വിനിയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്പോൺസർഷിപ്പുകൾക്ക് എങ്ങനെയാണ് പണം ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് പിന്നീട് കേരളത്തിന് പുറത്തുള്ള പല ആളുകൾ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഗോവർദ്ധൻ അടക്കമുള്ള, അനന്തസുബ്രഹ്മണ്യൻ അടക്കമുള്ള, രമേശ് റാവു അടക്കമുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പല വഴിപാടുകൾക്കും അന്നദാനത്തിനും സ്വർണം പൂശലിനും അടക്കമായി പണം വാങ്ങിയിട്ടുണ്ട്. ആ പണം വാങ്ങുന്നതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയ്ക്ക് മാത്രമായിരുന്നില്ല, അത് തന്ത്രിയുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കൂടിയായിരുന്നു. ഇത് തന്ത്രിക്ക് കൃത്യമായി ധാരണയുണ്ടായിരുന്നു. അതായത് തന്ത്രി അറിയാതെ തന്ത്രിയുടെ പേര് ദുർവിനിയോഗം ചെയ്യുകയായിരുന്നില്ല പോറ്റി, മറിച്ച് തന്ത്രിയുടെ മൗനാനുവാദത്തോടുകൂടി ആ കുടുംബവുമായി, തന്ത്രിയുമായി മാത്രമല്ല താഴ്മൺ കുടുംബവുമായി ഉള്ള ബന്ധം പോറ്റി കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ SIT കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് പിന്നീട് ശബരിമലയിലെ വലിയൊരു ശക്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒരു അവതാരം എന്നുള്ള നിലയിലേക്ക് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറാനുള്ള ഒരു പ്രധാന കാരണമായി SIT ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ കൃത്യമായി സ്വാധീനം ചെലുത്താൻ പോറ്റിക്ക് കഴിയുമായിരുന്നു. ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് കൂടി ആ സ്വാധീനം ഉപയോഗിക്കാൻ എല്ലാവിധത്തിലുള്ള കാരണവുമായി മാറിയത് തന്ത്രിയാണ്. അതായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, അതായത് ആ കാലത്തെ പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ, അതിനുശേഷം പ്രസിഡന്റായിരുന്ന N. വാസു അടക്കമുള്ള മറ്റു പ്രസിഡന്റുമാരും മറ്റ് ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ വളരെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനീയരായിട്ടുള്ള വ്യക്തികൾ, ഇവർക്കെല്ലാം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം, അതായത് തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധവും പോറ്റിയും താഴ്മൺ കുടുംബവുമായിട്ടുള്ള ബന്ധവും ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളിലും എല്ലാ ദുരൂഹ നീക്കങ്ങളിലും ഇവർ മൗനാനുവാദം നൽകുകയും അതിനാവശ്യമായ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദ്വാരപാലക പാളികളും, ആദ്യം കട്ടിളപ്പാളിയും പിന്നീട് ദ്വാരപാലക പാളികളും പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിയമപരമായി നിലനിൽക്കുന്നതല്ല, ദേവസ്വം മാനുവലിൻ്റെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതെങ്കിൽ പോലും അതിന് കൃത്രിമമായി രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് അനുമതി കൊടുക്കുക എന്നുള്ള നടപടിയിലേക്ക് ഇവർ കടന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പത്മകുമാർ ദൈവതുല്യർ എന്നുള്ളൊരു പദപ്രയോഗം ഉപയോഗിച്ചതും. കാരണം തന്ത്രിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നണിയിൽ നിൽക്കുന്നതെന്നും തന്ത്രിയുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമാണ് പിന്നീട് സ്വർണ്ണക്കൊള്ളയിലേക്കുള്ള സാധ്യതകൾ തുറന്നിട്ടതെന്നും കൃത്യമായി അറിയാവുന്ന ആൾ കൂടിയാണ് A. പത്മകുമാർ. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി പത്മകുമാറിൻ്റെ തന്നെയാണെന്നുള്ളതാണ് SIT ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തുടക്കം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. ഈ കേസിൽ ഇതേവരെ അറസ്റ്റ് ചെയ്യാത്ത പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്ന് തന്ത്രിയായിരുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതിനുശേഷം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ പത്മകുമാറാണ് കൂടുതൽ കാര്യങ്ങൾ, അതായത് തന്ത്രിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അടക്കമുള്ള ഒരുപാടധികം കാര്യങ്ങൾ SITയോട് വെളിപ്പെടുത്തിയതും ആ തന്ത്രിയുടെ ഇടപാടുകളിലേക്ക് കൂടുതൽ അന്വേഷണം പോകാൻ കാരണമായതും. അങ്ങനെ പത്മകുമാറിൻ്റെ അറസ്റ്റാണ് ഈ കേസിൽ തന്ത്രിയിലേക്കുള്ള വഴി തുറന്നിട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ
പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ സമയത്ത് എന്നുള്ളതാണ്. അതായത് പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ തന്ത്രിയുടെ ഏതെങ്കിലും അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശം സ്വീകരിച്ചിട്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക ലാഭം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തന്ത്രി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രി ഇതിനകത്ത് വഹിച്ചിട്ടുള്ള പങ്ക് അത് മറ്റാരേക്കാളും ചെറുതല്ല. മാത്രമല്ല ദേവസ്വം ബോർഡ് ഭരണസമിതിയെക്കാളും ഒരു പടി മുകളിൽ കൂടിയാണ് ആ പങ്ക് എന്നുള്ളതാണ് SIT ഇപ്പോൾ പറയുന്നത്. SIT നീക്കങ്ങൾ നമ്മൾ സാഗൂതം വീക്ഷിക്കുകയാണ്. ഹരി, കൂടുതൽ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ആ വിവരങ്ങളിലേക്ക് കടക്കണം. TV പ്രസാദിലേക്ക് കൂടി പോവുകയാണ്. പ്രസാദ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുക്കുന്നത്. ഇതിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം, രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയാണ്. പോറ്റിയെ കേറ്റി എന്നൊരു പാട്ട് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലാണ്. ആ പോറ്റിയെ കേറ്റിയ ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വലിയ ആരോപണങ്ങൾ, അതിപ്പോൾ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ, മുൻ ദേവസ്വം പ്രസിഡന്റുമാർ അറസ്റ്റിലാവുമ്പോഴും ദേവസ്വം അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ കടുക്കുമ്പോഴും ഒക്കെ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ നിന്ന് മാറി ആചാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തന്ത്രി തന്നെ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അപ്പോഴും ഈ കേസ് മറ്റൊരു വഴിക്ക് തിരിയുന്നുണ്ടെങ്കിലും ഇവരെല്ലാം ഈ ഒരു അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട കണ്ണികളാണ്. വളരെ വലിയ തരത്തിലുള്ള പ്രതിരോധം സർക്കാരിനും പാർട്ടിക്കും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുക്കേണ്ടി വരും. അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച. ഉറപ്പായും റോഷ്നി, അതായത് ഈ കണ്ഠരര് രാജീവര് ശബരിമലയിലെ തന്ത്രി അല്ലായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അറസ്റ്റിലാകാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. കാരണം ഇതിന്റെ തെളിവുകളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പേരിലൊന്ന് അത് കണ്ഠരര് രാജീവര് തന്നെയാണ്. കാരണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലേക്കുള്ള വരവ് തന്നെ, അതായത് പോറ്റിയെ കയറ്റി എന്ന വാദത്തിന് യഥാർത്ഥത്തിൽ അർത്ഥമാകുന്നത് അത് കണ്ഠരര് രാജീവര് തന്നെയാണ്. അതായത് നേരത്തെ ഈ കണ്ഠരര് രാജീവരുടെ മുത്തച്ഛൻ ബംഗളൂരുവിൽ ഇതിന് സമാനമായ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലെ സഹായിയായിരുന്ന, ശാന്തിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ച് അവിടെ ഒരു ജോലി കൊടുത്ത് അവിടെ എത്തിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ കണ്ഠരര് രാജീവരാണ് എന്നുള്ളതാണ്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നടത്തിയ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ താങ്ങുപീഠം കാണാനില്ല എന്ന് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു മെയിലിനെ തുടർന്നാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും അതുപോലെ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പടിയും അതുപോലെ അടിച്ചു കൊണ്ടുപോയി എന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നതെങ്കിൽ ഇതിലൊന്നും പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് റോഷ്നി. നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണത്. അതായത് ഒരു സ്പോൺസർ എന്ന വ്യാജേന ശബരിമലയിലേക്ക് കടന്നുകൂടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കീഴ്ക്കഴകമായി വന്ന് അവിടെ നിന്ന് പിന്നീട് ഓരോ സ്പോൺസർഷിപ്പുകൾ എടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സമ്പന്നരായ ഭക്തന്മാരെ തന്ത്രിക്ക് പരിചയപ്പെടുത്തി ആ രീതിയിൽ ശബരിമലയിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് കണ്ഠരര് രാജീവരാണ് എന്ന നിഗമനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. നിലവിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്ത, ഒന്ന് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും 2 കട്ടിളപ്പടിയിലെ പാളികളും. ഇത് രണ്ടും മാത്രമാണ് ഇപ്പോൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുള്ളതെങ്കിൽ റോഷ്നി, ഇത് മാത്രമല്ല ശബരിമലയിൽ സംഭവിച്ചത്. 2007 മുതൽ അവിടെ നടത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ശബരിമല ദേവസ്വത്തിന് വേണമെങ്കിൽ ടെൻഡർ വിളിച്ച് നടത്താൻ പറ്റുമായിരുന്ന ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോറ്റി വഴിയുള്ള സ്പോൺസർ വഴി അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളിലേക്കോ അതിൻ്റെ തെളിവെടുപ്പിലേക്കോ അതിൻ്റെ പരിശോധനയിലേക്കോ ആരും കടന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു. എന്തിനാണ് അത് പുതുക്കി പണിയുന്നതെന്നോ എന്തിനാണ് അവിടെ അറ്റകുറ്റപ്പണി നടത്തുന്നതെന്നോ പോലും തിരിച്ച് ചോദ്യമില്ലാത്ത ഒരാളാണ് ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത്. അതായത് പൂജാതി കാര്യങ്ങളിലെ സുപ്രീമാണ് അവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത്. ഈ തന്ത്രി ആ പോറ്റിയുമായി ചേർന്ന് നടത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ള, ഈ പറയുന്ന ദ്വാരപാലകങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണ്ണക്കൊള്ള പോലെ ദുരൂഹത ഉയർത്തുന്ന ഒരുപാട് ഇടപാടുകളുണ്ട്. ഏറ്റവും അവസാനം കണ്ഠരര് രാജീവര് വാർത്തയിൽ നിറയുന്നത് വാജിവാഹനവുമായി ബന്ധപ്പെട്ടാണ്. വാജിവാഹനം എന്ന് പറയുന്നത് ശബരിമലയിലെ വർഷങ്ങളോളം പഴക്കമുള്ള കൊടിമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു കുതിരയുടെ ആകൃതിയിലുള്ള ഒരു വെള്ളി രൂപമാണ് ഈ വാജിവാഹനം.
വാജിവാഹനം അടക്കമുള്ള കൊടിമരം മാറ്റിയ സംഭവം ഉണ്ടായിരുന്നു ശബരിമലയിൽ നിന്ന്. അത് മാറ്റുന്ന സമയത്ത് ഒരു ദേവപ്രശ്നം വെച്ചു. ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞത് അതിൻ്റെ അടിഭാഗം ഉറുമ്പും ചെതലുമരിച്ച് മോശമായി അത് ഇളകി വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ദേവപ്രശ്നത്തിൽ കണ്ടത്. ഇത്തരം ദേവപ്രശ്നങ്ങൾക്കുൾപ്പെടെ എല്ലാറ്റിനും നേതൃത്വം നൽകുന്നത് തന്ത്രിയാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അങ്ങനെ അന്ന് ആ കൊടിമരത്തിന്റെ പറകൾ ഒന്നൊന്നായി അയച്ച് കൊടിമരം മാറ്റുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ആയിരുന്നു എന്ന് ഞെട്ടിക്കുന്ന കാര്യം പലരും ആ സമയത്താണ് കണ്ടത്. അതായത് അവിടെ ഉറുമ്പോ ചിതലോ അരിച്ചു പോകാൻ മാത്രമുള്ളതല്ല ആ കൊടിമരം എന്നുള്ളത്. എന്നിട്ട് ആ കൊടിമരം അടിച്ചു മാറ്റി ആ കൊടിമരത്തിൽ സ്വർണത്തിൽ പൊതിഞ്ഞ പറകളാണ് ആ കൊടിമരം നിർമ്മിക്കുന്നത്. ആ പറകൾ അവിടെ നിന്ന് മാറ്റി പുതിയ കൊടിമരം അവിടെ നിർമ്മിക്കുകയാണ്. അങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് കൊടിമരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ആ വാജിവാഹനവും മാറ്റി. അതെന്തിനാണ് മാറ്റിയത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. അങ്ങനെ പഴയ വാജിവാഹനം താൻ സൂക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് കണ്ഠരര് രാജീവര് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവസാനം ഈ ശബരിമല കൊള്ള കേസ് നടക്കുന്ന വിവാദമായ ഘട്ടത്തിൽ ആ വാജിവാഹനം എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലെ ഉദ്യോഗസ്ഥർക്ക്, തിരുവിതാംകൂർ ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് കത്ത് കൊടുക്കുകയാണ്. പക്ഷേ അവരത് ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. കാരണം ശബരിമലയിലെ വിവാദം കൊത്തി നിൽക്കുന്ന സമയത്ത് ഇതൊരു പക്ഷേ ശരിയായ വാജിവാഹനം അല്ലെങ്കിലോ എന്ന് കരുതി അവരത് ദേവസ്വം ബോർഡിന് വിട്ടു. ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ വിവാദം ഉയരുന്ന സമയത്ത് ആ വാജിവാഹനം എന്തിനാണ് തിരിച്ചേൽപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ മറുപടി കിട്ടിയില്ല. ഒരുപക്ഷെ പലരും സംശയിക്കുന്നത് ആ വാജിവാഹനം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ്.